വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചേന ഫ്രൈയും അതുപോലെ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ലഞ്ചുമാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ നമുക്ക് ഈ ചേന ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് ചേന തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചേന 800 ഗ്രാം ഉണ്ട്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാലും നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഈ കുക്കിങ്ങൊക്കെ അറിയാത്ത ബിഗിനേഴ്സായിട്ടുള്ള പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഈ ചേനയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കളറിന് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. കുറേ സമയമൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട, ആകെപ്പാടെ ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പൊക്കെ അതിനകത്ത് നിന്ന് ഇറങ്ങി വെള്ളം ഇങ്ങനെ ഒലിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേന ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ എണ്ണ ഒരുപാട് ചൂടായി പോകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇട്ടപാടെ തന്നെ എല്ലാം കരിഞ്ഞു പോവും. എണ്ണ ചൂടാൻ വയ്ക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ മതി. പക്ഷേ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചേന ഫ്രൈക്ക്. അല്പസമയം കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡും കൂടെ റെഡിയായി കിട്ടിക്കോളും. ഇപ്പോൾ ചേന ചെറുതായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അല്പസമയം കഴിയുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത് ചേന ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേന മൊത്തം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈസി ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു തക്കാളി മോരുകറി ഉണ്ട്. അത് തേങ്ങയൊന്നും അരയ്ക്കാത്ത ഈസി ആയിട്ടുള്ള ഒരു മോരുകറിയാണ്. പിന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചേനയും ഇതിൻ്റെ കൂടെ ഉണക്കമീൻ ഫ്രൈ ചെയ്തതും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്